Sevens Golden Diamonds, Ermalur, Vadadala. മട്ടാഞ്ചേരി ഹാജി ഇസ ഹാജി മുസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്പോർട്സ് മീറ്റ് ആരംഭിച്ചു. ഹാജി ഇസ ഹാജി മുസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ 10 വിഭാഗം അന്തർദേശീയ ഫുട്ബോൾ താരവും 5ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഇവാൻ നെവിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KB അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അതിന്റെയും ഉദ്ഘാടനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനെല്ലാം വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തോടുള്ള പ്രവർത്തനവും കളിയോടുള്ള ആത്മാർത്ഥതയും പുലർത്തുന്നതോടൊപ്പം തന്നെ പ്രധാനാധ്യാപിക MP സിന്ധു, കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി KB സലാം, അന്തർദേശീയ ഗുസ്തി റഫറി MM സലീം, LP വിഭാഗം പ്രധാനാധ്യാപിക അഞ്ചമ്പായി, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഗനി സുലാഹി, ഡോക്ടർ നവീൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ സ്റ്റേറ്റും ജില്ലയും ഒക്കെ അങ്ങനെ പോകുവാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതിന്റെ തുടക്കമാണ് ഇന്ന് ഹാജി ഇസ ഹാജി മുസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫുട്ബോൾ മത്സരമാണ് നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായി ഞങ്ങളുടെ ടീമോ ജോലി ടീമോ ജയിക്കും. അല്ലെങ്കിൽ ഈ ജയം തോൽവിയും അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. ജയിച്ചാലും നമ്മൾ തോറ്റാലും അത് തോറ്റവര് അടുത്ത വിജയത്തിലേക്കുള്ള ഒരു പടിയായി കാണും. ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ 11 അല്ലേ, ആ ടീമിൽ കളിക്കുകയാണ് മാസ്റ്ററായിട്ട്. ഞാൻ കുറച്ച് വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാജി ഇസ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഏത് കായിക ഇനമാകട്ടെ കലായിനമാകട്ടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ക്ലാസ്മേറ്റ് പവറുണ്ട് എന്നുള്ള കാര്യം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 13 വർഷം തുടർച്ചയായിട്ട് കുട്ടിയിൽ നമ്മുടെ വിദ്യാലയം ചാമ്പ്യന്മാരായിരുന്നു. മിസ്റ്റർ ഏഷ്യ അടക്കമുള്ള നമ്മുടെ മിസ്റ്റർ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് വരെ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും സ്പോർട്സ് കോട്ടയിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും അത്തരത്തിൽ നിങ്ങളുടെ ഭാവി അത്തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കാൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ആലോചിക്കുമ്പോൾ ഞാനിപ്പോ ഒരു ഹാജി ഇസ സ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതിലെല്ലാത്തിനും ചുക്കാൻ പിടിച്ച ടീച്ചേഴ്സിനും PTA-ക്കും ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഒരു കൈവരിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ജയം തോൽവിയല്ല കാര്യം. ഇതില് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. തോൽവിയിലാണ് കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.